നിങ്ങളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഉദ്ദേശിക്കുകയാണെന്ന് വിചാരിക്കുക, അതിന് എന്തെങ്കിലുമൊക്കെ വരുമാനം വരണം എന്നുള്ളത് തന്നെയാണ് അൾട്ടിമേറ്റ്. അതായത് ഒരു 90% ആളുകളുടെയും ഉദ്ദേശം അത് തന്നെയാണ്. ആകെ കുറച്ച് ആൾക്കാർ മാത്രം മറ്റ് കാറ്റഗറി, ഇപ്പോൾ ബിസിനസ് ആയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ കഴിവുകൾ കാണിക്കാനൊക്കെ ചെയ്യുന്നവരുള്ളൂ. എന്നാൽ അൾട്ടിമേറ്റ് ലക്ഷ്യം വരുമാനമാണ്. പണ്ടൊക്കെ നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാളുകൾ വീഡിയോ ഇടേണ്ടി വരും. 10, 20, 30 വീഡിയോ ഇട്ട് ഒരു വീഡിയോ വൈറലാവും, അതിൻ്റെ കൂടെ ചൂട് പിടിച്ച് ബാക്കി വീഡിയോസ് കൂടി കയറിപ്പോയി, അങ്ങനെയൊക്കെയാണ് സക്സസ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ 2024 അതിനൊരു മാറ്റം വന്നു. അപ്പോൾ എന്താണ് മാറ്റം വന്നത്, അത് നമുക്കിനി പറയാം. അതുപോലെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും ഞാൻ വീഡിയോൻ്റെ അവസാനം വരെ നിങ്ങൾ കാണപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പോകും. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ് ഇപ്പോൾ 2024 ഒരു ചേഞ്ച് വന്നത്. ആ ചേഞ്ച് എന്ന് പറയുന്നത്, യൂട്യൂബ് നമ്മൾ 4-5 വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ വീഡിയോസ് സജഷനിലേക്ക് കൊണ്ടുപോകും. സജഷനിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ മറ്റുള്ളവരുടെ വീഡിയോൻ്റെ കൂടെ കാണിക്കാൻ തുടങ്ങും. സജസ്റ്റ് ചെയ്ത്, റെക്കമെൻഡഡ് അല്ലെങ്കിൽ സജഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ആ രീതിയിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ആ രീതിയിലേക്ക് പോകാൻ തുടങ്ങിയ വലിയൊരു പോസിബിലിറ്റിയാണ്. അതെന്തുകൊണ്ടാണ് ഇത്ര വലിയ പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, പണ്ട് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ലിങ്ക് അയച്ചു കൊടുത്തും മറ്റൊക്കെ ആൾക്കാരോട് എൻ്റെ വീഡിയോ ഒന്ന് കാണുമോ, എൻ്റെ വീഡിയോ ഒന്ന് കാണുമോ എന്ന് പറയണം. ഇപ്പോഴും അതന്നെയാണ് അവസ്ഥ. എല്ലാവരും, അതായത് ഇപ്പോൾ എന്നെപ്പോലെയുള്ള ചാനൽ, ഇപ്പോൾ ഈ ചാനൽ 4-5 വീഡിയോസ് ഇട്ടിട്ടുള്ളൂ. അത് യാദർശികമായിട്ട് ഒരു വീഡിയോ ഞാൻ ട്രെയിനിങ് പ്രോഗ്രാംസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തു. അപ്പോൾ കുറച്ച് വ്യൂസ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെയാണ് ഈ ചാനൽ വന്നത്. പക്ഷേ എനിക്ക് 150-ൻ്റെ അടുത്ത് സബ് മാത്രമേ ഇപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള, ഇപ്പോൾ എന്നെ പോലെയുള്ള ചെറിയ ചാനലുകൾ, തുടങ്ങി വരുന്ന ചാനലുകളാണെങ്കിൽ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്ത ശേഷം ചിലപ്പോൾ ആളുകളോട് പറയേണ്ടി വരും, നിങ്ങളൊന്ന് ഈ വീഡിയോ കാണുമോ, ഒന്ന് കമൻറ്റ് ചെയ്യുമോ എന്നൊക്കെ. അത് കമൻറ്റ് ചെയ്യുമെന്ന് പറയാൻ കാരണം, നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ചെടി വളർന്നു വരുന്ന സമയത്ത് വെള്ളമൊഴിക്കണം, വളമിടണം എന്നൊക്കെ പറയുന്ന പോലെ ആ ഇനീഷ്യൽ സ്റ്റേജിൽ സപ്പോർട്ട് ആവശ്യമാണ്. ചിലപ്പോൾ നമ്മുടെ ഫാമിലീസോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ അടുത്തുനിന്ന് ഒരു സപ്പോർട്ട് നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ആളുകളോട് സഹായം ചോദിക്കാം, കമൻ്റ് ഇടാൻ പറയാം. ഇപ്പോൾ പക്ഷേ നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ ചാനൽ വലിയ പടുവൃക്ഷമായി മാറി നിന്നിരിക്കുക. അതായത് 2 കൊല്ലം മുന്നേ ക്രിയേറ്റ് ചെയ്ത ചാനൽ 1500 സബ്ബുണ്ട്, 200 വ്യൂ ആയാലും 300 വ്യൂ ആയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുമോ ചോദിച്ചിട്ട് നടന്നിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഇതിൻ്റെ ഗ്രോത്ത് സ്റ്റേജിലും അത് ഫ്രീസ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ സീസ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ മരവിച്ച സാധനത്തിന് പിന്നെ നമ്മൾ വീണ്ടും വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പണിയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അത് ചാനലിനെ നോക്കേണ്ടി വരും. അത് മറ്റൊരു വശം. അപ്പോൾ ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ പുതിയ ചാനലുകൾക്ക് എന്തുകൊണ്ടാണ് ഈ ഗുണം വരുന്നത് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു സജഷനിലേക്ക് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇനി സജഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സക്സസ് ആവില്ല. അതിൻ്റെ രണ്ടാമത്തെ കാര്യം അതാണ്, സജഷനിലേക്ക് പോയാൽ എല്ലാ ചാനലും സക്സസ് ആവും. ഇപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തു, ക്യാമറ എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് സജഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ CTR, അതായത് തമ്പനയിൽ കണ്ടിട്ട് ക്ലിക്ക് ചെയ്തത് 1.0 സംതിങ് ആണ്. ഇനിയിപ്പോൾ അതും കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് അത്രയും, ഇപ്പോൾ തമ്പനയിൽ മോശമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് പറയും, ഞാനിതിൽ തമ്പനയിൽ കാണിക്കാം. പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല തമ്പനയിൽ മോശമാണ്. പക്ഷെ അതിൻ്റെ റീസൺ ഉണ്ട്. ഒരു റീസൺ എന്ന് പറയുന്നത്, ഈ വീഡിയോസ് പോയിരിക്കുന്നത് ഒരു പബ്ലിക് ആയിട്ടുള്ള ആൾക്കാരുടെ, പബ്ലിക് പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ അടുത്താണ്. അത് എൻ്റെ പെർട്ടിക്കുലർ നിഷിൻ്റെ അടുത്തല്ല. എൻ്റെ നിഷ് എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബിൻ്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവരാണ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണ് എൻ്റെ ഒരു നിഷ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ആൾക്കാർ എന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ അടുത്തേക്കല്ല പോയിട്ടുള്ളത്, പൊതുവായിട്ട് എല്ലാ വീഡിയോസിൻ്റെ കൂടെയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, എൻ്റെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവണമെന്നില്ല. കാരണം ഞാനൊരു പർട്ടിക്കുലർ കണ്ടന്റിൽ വീഡിയോ ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ എൻ്റെ കണ്ടന്റിൽ പെടുന്ന ആളുകളിലേക്ക് എത്തുന്നത് വരെ എന്തുണ്ടാവില്ല, എനിക്ക് ഈ ഒരു തമ്പനയിൽ CTR ഇതൊക്കെ കുറഞ്ഞു വരും. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യൂട്യൂബിൻ്റെ അൽഗോരിതം മനസ്സിലാക്കും എൻ്റെ കോണ്ടന്റ് എന്താണെന്നും എങ്ങനെയാണ് പിന്നെ അതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്നും യൂട്യൂബ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതോടുകൂടി എൻ്റെ ചാനലിലേക്ക് വ്യൂസ് വരുന്നത് കൂടും. അത് നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കാണാം. ഇതേ വീഡിയോ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നുള്ളത്. ഇനി ഇത് ഫെയിലാവുന്ന വേറൊരു റീസൺ ഞാൻ പറയാം. റീസൺ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്. ഈ ബുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഈ ബുക്ക് കണ്ടോ, ഇതിൽ എഴുതിയിട്ടുണ്ട്, ഇതിൽ കുറച്ച് വേർഡ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് ഇത് നമ്മുടെ തമ്പനയിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ യൂട്യൂബ് എന്ത് ചെയ്യും, ഈ സജഷൻ വഴി അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ വഴി ഒരുപാട് ആളുകളുടെ അടുത്ത് കാണിച്ചത്, പുതിയ വീഡിയോ വന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് കാണണേ, പുതിയ വീഡിയോ വന്നിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, മറ്റിങ്ങനെ കാണിക്കും. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും,
നോക്കും. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഇതെന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അവർ എന്താണ് ചില ആൾക്കാർക്ക് ഇതിൽ ഫുൾ പാരഗ്രാഫെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് തമ്പനയിൽ. ഞാൻ ഇന്നലെ ഞാൻ 2-3 തമ്പനയിൽ കണ്ടപ്പോൾ പാരഗ്രാഫാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് ഒന്നും തോന്നില്ല. കാരണം ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത് പോലും ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ ആൾക്കാർ എന്തിനാണ് അന്വേഷിച്ച് വന്ന് ഇതിൽ ക്ലിക്ക് ചെയ്ത് കയറി നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണേണ്ട ആവശ്യം? ആർക്കും അതിനൊന്നും സമയമില്ല. ആൾക്കാർ പെട്ടെന്ന് ഇപ്പോൾ അട്രാക്റ്റീവായ സാധനത്തിന് പിന്നാലെ പോകും. അതുകൊണ്ട് മെയിൻ പ്രശ്നം ഇതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റൊരു വശം നോക്കാം. ഇപ്പോൾ ഈ ഒരു സംഭവം, ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കാണിച്ചിട്ടുണ്ടാ ഈ ഒരു പുതിയ വീഡിയോ കണ്ടിട്ടുണ്ട്, എല്ലാവരും കാണണം. അപ്പോൾ ഇതിൽ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ആളുകൾ തോന്നും അന്നൊന്ന് കണ്ടു കളയാം, എന്താ നോക്കാലോ, ആ രീതിയിൽ ക്ലിക്ക് വരും. അപ്പോൾ ഈ ഒരു മെയിൻ റീസൺ കൊണ്ട് നിങ്ങളുടെ ആ ചാനൽ ഫെയിലാവും. അപ്പോൾ ഇതുകൊണ്ടാണ് ഫെയിൽ ആയതെന്ന് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് മൊത്തത്തിൽ അനലൈസ് ചെയ്ത് നോക്കണം. അനലറ്റിക്സിൽ പോയിട്ട് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം ഈ റീസൺ കൊണ്ടാണ് ഫെയിലായത്. ഇനി അടുത്ത ഫെയിലിയറിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ കമ്പനിയെല്ലാം കിടുവാണ് വീഡിയോ കണ്ട് ആൾക്കാർ കയറിയിട്ട് അവർക്ക് അതിൻ്റെ ഒരു വാല്യൂ അതിൽ കാണുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമോഷണലി എന്തെങ്കിലും ഒരു കണക്ഷൻ അതിൽ വരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും ഈ വീഡിയോ ഒന്നും ആൾക്കാർ ഇറങ്ങിപ്പോയി പിന്നെ അത് ഗ്രോ ആവാതെ വരും. അപ്പോൾ അതിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഓരോ സാധനവും വളരെ ശ്രദ്ധിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തി ചെയ്യണം. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് സക്സസ് ആക്കാൻ പറ്റും ഇപ്പോൾ 2024. അതിന് വേണ്ടത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ എല്ലാവരുടെ പിന്നാലെയും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുമോ, എനിക്ക് കമൻറ്റ് ചെയ്യുമോ എന്നൊന്ന് പറഞ്ഞ് ഞാൻ ഇന്നിപ്പോൾ നമ്മളെ ഫേമസ് ആയ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടു. അപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം വരുന്ന കമൻറ്റാണ് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നൊക്കെ. നല്ലതാണ്, ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എത്ര കാലം നമ്മളിതിങ്ങനെ എല്ലാവരോടും ചോദിച്ച് നടക്കുന്നുള്ളതാണ് മെയിൻ വിഷയം. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ടാവും. അത് നമുക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഇപ്പം ഗ്രൂപ്പിലൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ വീഡിയോ കാണുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോസും കൂടുതലായിട്ട് കാണും 25-30 വ്യൂസൊക്കെയാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസും വന്നിട്ടുള്ളത്. അതിൻ്റെ കാരണം ഇതാണ്, ഞാൻ പറഞ്ഞില്ല, സജഷനിലേക്ക് പോകുന്നുണ്ട്, എൻ്റെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ എത്രത്തോളം കമൻറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് ഈ ചാനൽ ഗ്രോ ആയി വരും. ഇതേപോലെ തന്നെയാണ് എല്ലാവരുടെയും ചാനൽ ഗ്രോ ആവുന്ന ഇനീഷ്യൽ സ്റ്റേജിലുണ്ടാവും. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്, പക്ഷേ ഒരുപാട് പറഞ്ഞാൽ ബോറടിക്കുക. അതുകൊണ്ട് എല്ലാ ദിവസവും ഇതുപോലെ കഷ്ണമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ പുതിയൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പേര്, സ്ഥലം ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ഞാൻ ഗ്രൂപ്പിലേക്ക് ആഡ് ആക്കാൻ ശ്രമിക്കാം. ഒരുപാട് ആൾക്കാർ കമൻറ്റും ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇപ്പം ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നില്ല, ഇനി ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ പുതിയ ചാനൽ തുടങ്ങാൻ തയ്യാറായിക്കോ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ നമ്പർ തരാം. അതുപോലെ തന്നെ ഇപ്പോൾ തമ്പനയിലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിന് വേണ്ടി പ്രൊമോഷൻ വീഡിയോ ചെയ്തതല്ല എന്ന് ആദ്യമേ പറയാം. കാരണം ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ക്യാൻവൊക്കെ വെച്ച് നിങ്ങൾക്ക് നല്ല ഡിസൈൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ തമ്പനയിൽ നന്നായി ചെയ്തിടാം. ഓക്കെ, അപ്പോൾ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആയിരിക്കും വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ എല്ലാവർക്കും